നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഓർ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഒരു നോട്ട് കൂടി പ്രിപ്പയർ ചെയ്യണം. കാര്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ നമുക്കൊരു നോട്ട് പ്രധാനമാണ്. എങ്കിൽ മാത്രമേ എക്സാമിന് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം ഒരു നോട്ട് കൂടി പ്രിപ്പയർ ചെയ്യണം. എനിവേ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന പോർഷൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റ്സിനെ 4 ബ്ലോക്കുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എസ്, പി, ഡി ആൻഡ് എഫ് ബ്ലോക്ക്. ഇത് എന്തിൻ്റെ ബേസിലാണ് ഈ 4 ബ്ലോക്കായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണോ ഏത് സബ്ഷെല്ലിലാണോ ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് 4 ബ്ലോക്കാക്കി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലായിരിക്കും. പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിലും ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലിലായിരിക്കും. ഇനി നമ്മളിപ്പോൾ പഠിക്കാൻ പോണ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ആൻറ്റി പെനൾട്ടിമേറ്റ് എഫ് സബ്ഷെല്ലിലായിരിക്കും. എന്താണ് ആൻറ്റി പെനൾട്ടിമേറ്റ് എഫ് സബ്ഷെൽ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഒരു സബ്ഷെല്ലുണ്ട് എസ് സബ്ഷെല്ല്, അതിന് ഉള്ളിലൊരു സബ്ഷെല്ല് എടുക്കണം ഡി സബ്ഷെല്ല്, അതിനും ഉള്ളിൽ കിടക്കുന്ന എഫ് സബ്ഷെല്ലിലായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്ന പേര് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കും. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ചാപ്റ്ററിൻ്റെ മെയിൻ ഹെഡിങ് ആണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. എന്താണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് പറയാൻ പോകുന്നത്. ദ എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻറ്റേഴ്സ് ദ ആൻറ്റി പെനൾട്ടിമേറ്റ് n-2 f orbitals are called F block elements. These elements are also known as inner transition elements. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ആൻറ്റി പെനൾട്ടിമേറ്റ് n-2 f ഓർബിറ്റൽസിലാണ്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലിലായിരിക്കും. പക്ഷേ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ആൻറ്റി പെനൾട്ടിമേറ്റ് എഫ് സബ്ഷെല്ലുമായിരിക്കും. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഏത് പേര്? ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നുള്ള പേര് വന്നത്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ എടുക്കുകയാണെങ്കിൽ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലാന്തനൈഡ്സ് എന്നും ആക്റ്റിനൈഡ്സ് എന്നും. എന്താണ് ലാന്തനൈഡ്സ് എന്ന് നോക്കാം. 6th പീരിയഡിൽ ലന്താനം കഴിഞ്ഞു വരുന്ന അടുത്ത എലമെൻറ്റ് സീറിയം തൊട്ട് ലുട്ടീഷ്യം വരെയുള്ള 14 എലമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ലാന്തനൈഡ്സ്. സീറിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 58ഉം ലുട്ടീഷ്യത്തിൻ്റെത് 71ഉം. ഇതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് 4f സബ്ഷെല്ലായിരിക്കും. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് 4f സീരീസ് എന്നും വിളിക്കും. ലാന്തനൈഡ്സിനെ വിളിക്കുന്ന വേറൊരു പേരാണ് 4f സീരീസ് എന്നും വിളിക്കും. നെക്സ്റ്റ് ആക്റ്റിനൈഡ്സ്. 7th പീരിയഡിൽ ആക്ടീനിയം കഴിഞ്ഞ് തോറിയം ടു ലോറൻഷ്യം വരെയുള്ള എലമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റിനൈഡ്സ്. തോറിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 90, ലോറൻഷ്യത്തിൻ്റെത് 103. ഇതിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ആൻറ്റി പെനൾട്ടിമേറ്റ് 5f സബ്ഷെല്ലാണ്. അതുകൊണ്ട് ആക്റ്റിനൈഡ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് 5f സീരീസ്. ഈ പിക്ചറിൽ ജസ്റ്റ് ലാന്തനൈഡ്സിനെയും ആക്റ്റിനൈഡ്സിനെയും ഒരുമിച്ച് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അതായത് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ മൊത്തത്തിൽ കാണിച്ചിരിക്കുന്നു. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാന്തനൈഡ്സും ആക്റ്റിനൈഡ്സും. ലാന്തനൈഡ്സ് 58 to 71 വരെയുള്ള എലമെൻറ്റ്സും ആക്റ്റിനൈഡ്സ് 90 to 103 വരെയുള്ള എലമെൻറ്റ്സുമാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ലാന്തനൈഡ്സ് ആണ്. 13 പ്രോപ്പർട്ടീസ് ഞാൻ ടോട്ടലി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ, 4 എണ്ണം മാത്രമേ ഉള്ളൂ. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ഒരു പിക്ചറിൽ തന്നിരിക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. സീറിയം ടു ലുട്ടീഷ്യം വരെയുള്ള എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇതിൽ ഗഡോലിനിയത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കിയാലും ലുട്ടീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കിയാലും മറ്റുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ പോലെയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വന്നത് എന്ന് നോക്കാം. നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനും അതേപോലെ തന്നെ കോപ്പറിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ക്രോമിയത്തിനും കോപ്പറിനും പ്രത്യേക ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരാൻ കാരണം അത് ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡും മോർ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വന്നത്. സെയിം റീസൺ തന്നെയാണ് ഗഡോലിനിയത്തിൻ്റെ കേസിലും ലുട്ടീഷ്യത്തിൻ്റെ കേസിലും. ഗഡോലിനിയത്തിൻ്റെ കേസിൽ 4f7 എന്ന് പറയുന്ന ഹാഫ് ഫിൽഡ് അറ്റൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ലുട്ടീഷ്യത്തിൻ്റെ കേസിൽ 4f14 എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി ഫിൽഡും അറ്റൈൻ ചെയ്യുന്നു. അത് രണ്ടും ഓർത്ത് വെച്ചിരിക്കണം, ഗഡോലിനിയവും ലുട്ടീഷ്യവും. ഗഡോലിനിയം ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷനും ലുട്ടീഷ്യം കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷനും. നെക്സ്റ്റ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. n-2 f 1 to 14, n-1 d 0 to 1 ns2. ഇതാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ജനറൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇനി യൂറോപ്യത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ അത് 4f7 5d0 6s2 ആണ്. പക്ഷേ ഗഡോലിനിയത്തിനെ നോക്കിയാൽ 4f7 5d1 6s2 ആണ്.
എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തതെന്ന് വെച്ചാൽ ദിസ് ഈസ് ഡ്യൂ ടു ദ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. അതേപോലെ തന്നെ ലുട്ടീഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ അത് 4f14 5d1 6s2 ആണ്. ഇതിന് കാരണം കംപ്ലീറ്റ്ലി ഫിൽഡിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ എഫ് ഓർബിറ്റലിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അത് 6sനും 5dക്കും ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ആ എഫ് ഓർബിറ്റലിന് ഔട്ടർ എൻവയോൺമെൻറ്റ്, അതായത് വേറൊരു ലിഗാൻഡുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഔട്ടർ ഓർബിറ്റൽസായ ഡി ഓർബിറ്റലും എസ് ഓർബിറ്റലും എഫ് ഓർബിറ്റലിനെ ഔട്ടർ ലിഗാൻഡുമായിട്ടുള്ള ഇൻട്രാക്ഷനെ സ്ക്രീൻ ചെയ്യും. നമുക്കറിയാം എസ് സബ്ഷെല്ലിൻ്റെയും ഡി സബ്ഷെല്ലിൻ്റെയും സ്ക്രീനിങ് എഫക്റ്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും, എഫ് ഓർബിറ്റലിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എഫ് ഓർബിറ്റലിനെ ഔട്ടർ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷനെ ഈ രണ്ട് ഓർബിറ്റലും കൂടെ സ്ക്രീൻ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് കോംപ്ലക്സ് മോളിക്യൂൾസ് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ലാന്തനൈഡ്സിന് വളരെ കുറവായിരിക്കും. ഇത്രേ ഉള്ളൂ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന സെക്ഷൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗഡോലിനിയത്തിൻ്റെയും ലുട്ടീഷ്യത്തിൻ്റെയും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, അതേപോലെ തന്നെ ഗഡോലിനിയത്തിന് മുകളിലുള്ള എലമെൻറ്റ് യൂറോപ്യം, അതിന് ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷനാണ്. അതേപോലെ തന്നെ ലുട്ടീഷ്യത്തിന് മുകളിലുള്ള ഇറ്റർബിയം, അതിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷനുമാണ്. ഈ ഒരു പോയിന്റ് കൂടി ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈസ് ഓഫ് ആറ്റംസ് ആൻഡ് അയോൺസ്. ഇവിടെ നമ്മൾ അറ്റോമിക് റേഡിയസും അയോണിക് റേഡിയസും എങ്ങനെ വേരി ചെയ്യുന്നു, പീരിയഡിൽ എങ്ങനെ വേരി ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. ഓൺ മൂവിങ് ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ ലാന്തനൈഡ് സീരീസ് ദർ ഇസ് എ പ്രോഗ്രസീവ് ഡിക്രീസ് ഇൻ ദ അറ്റോമിക് റേഡി ആസ് വെൽ ആസ് അയോണിക് റേഡി. നമ്മൾ ലാന്തനൈഡ് സീരീസിനകത്ത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രസീവ് ഡിക്രീസ് കാണാം. അറ്റോമിക് റേഡിയയ്ക്കും അയോണിക് റേഡിയയ്ക്കും ഒരു പ്രോഗ്രസീവ് ഡിക്രീസ് കാണാം. ഇവിടെ നമ്മൾ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിലുള്ള ഡിക്രീസ് കണക്കായിരിക്കില്ല ഈ ലാന്തനൈഡ്സിന്. ഇവിടെ ഒരു പ്രോഗ്രസീവ്, ഒരു ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്ത് വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസസ് ഓഫ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. നമുക്കറിയാം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ലാന്തനൈഡ് സീരീസിൽ പോകുന്തോറും ഒരു പുതിയ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നത് 4f ഓർബിറ്റലായിരിക്കും. 4f ഓർബിറ്റലിൻ്റെ ഷേപ്പ് നമുക്കറിയാം ഡിഫ്യൂസ്ഡ് ഷേപ്പ് ആയിരിക്കും. അങ്ങനെ ഡിഫ്യൂസ്ഡ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ 4f ഓർബിറ്റലിന് എന്തിനുള്ള എബിലിറ്റി കുറവായിരിക്കും? സ്ക്രീൻ ചെയ്യാനുള്ള, ഷീൽഡ് ചെയ്യാനുള്ള എബിലിറ്റി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതേപോലെ തന്നെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺ, ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ 5Dയും 6Sമാണ്. 5Dയിലെയും 6Sലെയും ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ ആർക്ക് സ്ക്രീൻ ചെയ്യാൻ, ആർക്ക് ഷീൽഡ് ചെയ്യാൻ കഴിയില്ല? എഫ് ഓർബിറ്റലിന് കഴിയില്ല. എഫ് ഓർബിറ്റൽസിനകത്തിരിക്കുന്ന ഇലക്ട്രോണിന് കഴിയില്ല. കാര്യം എഫ് ഓർബിറ്റൽസിൻ്റെ സ്ക്രീനിങ് എഫക്റ്റ് വളരെ കുറവാണ്. അതായത് അവിടെ നെറ്റ് റിസൾട്ട് എന്തായിരിക്കും? ആ ന്യൂക്ലിയർ ചാർജ്, ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ് ആയിരിക്കും അവിടുത്തെ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് എഫ് ഓർബിറ്റൽ ഇലക്ട്രോൺ വളരെ കുറവായിരിക്കും. ന്യൂക്ലിയർ ചാർജ് എങ്ങനെയായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ആ ന്യൂക്ലിയർ ചാർജിൻ്റെ നെറ്റ് റിസൾട്ട് ആയിരിക്കും എന്തിന് കാരണം? ആ കോൺട്രാക്ഷൻ ഇൻ സൈസ് അതിന് കാരണം. ഇതിനെ വിളിക്കുന്ന പേരാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. അയോണിക് റേഡിയസിന് അഗൻസ്റ്റ് ആയിട്ട് അറ്റോമിക് നമ്പർ പ്ലോട്ട് ചെയ്ത ഗ്രാഫാണ് ഈ ഗ്രാഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് അയോണിക് റേഡിയ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രാജുവലായിട്ട് പ്രോഗ്രസീവായിട്ട് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്ത് വരുന്നു. അതായത് ഇത് തന്നെയാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ തന്നെയാണ് വരച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോൺസിക്വൻസസ് ഓഫ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. ലാന്തനൈഡ് കോൺട്രാക്ഷൻ കൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ്, 3 കോൺസിക്വൻസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ നോക്കാം. ഡിഫിക്കൽറ്റി ഇൻ സെപ്പറേഷൻ ഓഫ് ലാന്തനൈഡ്സ്. ലാന്തനൈഡ്സിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സ്ലൈറ്റ് ഡിഫറൻസ് ആയിരിക്കും. അതായത് ഓൾമോസ്റ്റ് സിമിലർ സൈസ് ആയിരിക്കും. അങ്ങനെ സിമിലർ സൈസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും സിമിലർ ആയിരിക്കും. കെമിക്കൽ പ്രോപ്പർട്ടീസും സിമിലർ ആയതുകൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് എങ്ങനെയായിരിക്കും? വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ലാന്തനൈഡ്സിൻ്റെ മിക്സറിനകത്ത് നിന്ന് ഒരു ലാന്തനൈഡിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യണം, പ്യുവർ സ്റ്റേറ്റിൽ കൊണ്ടുവരാനുള്ള പ്രോസസ്സ് എങ്ങനെയായിരിക്കും? വളരെ ടിഡിയസ് പ്രോസസ്സ് ആയിരിക്കും, വളരെ ഡിഫിക്കൽട്ട് പ്രോസസ്സ് ആയിരിക്കും. പക്ഷേ ലാന്തനൈഡ് കോൺട്രാക്ഷൻ കാരണം ആ അടുത്തടുത്തുള്ള എലമെൻറ്റ്സ് തമ്മിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സോലുബിലിറ്റി, കോംപ്ലക്സ് ഫോർമേഷൻ, ബേസിക് ക്യാരക്ടർ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലാന്തനൈഡ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്. ഈ അയോൺ എക്സ്ചേഞ്ച് മെത്തേഡിലൂടെ ലാന്തനൈഡിനെ എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കോൺസിക്വൻസ് എന്തെന്ന് വെച്ചാൽ സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഷോസ് സിമിലർ സൈസ്. അതായത് 4D സീരീസിനും 5D സീരീസിനും സെയിം സൈസ് ആയിരിക്കും.
5D സീരീസ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാന്തനൈഡ്സ് കഴിഞ്ഞു വരുന്ന എലമെൻറ്റ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ലാന്തനൈഡ്സ്. അതിന് 5D സീരീസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ലാന്തനൈഡ്സ് ആണ്. അതായത് ഹാഫിനിയം, ടെൻഡാലം, ടങ്സ്റ്റൺ അങ്ങനെ പോകുന്ന എലമെൻറ്റ്സ് ആണ് പോസ്റ്റ് ലാന്തനൈഡ്സ്. ഈ എലമെൻറ്റ്സിനും അതിന് മുന്നേ ഉള്ള എലമെൻറ്റ്സ്, അതായത് 5D എലമെൻറ്റ്സിനും 4D എലമെൻറ്റ്സിനും സിമിലർ സൈസ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിർക്കോണിയം, ഹാഫിനിയം, നിയോബിയം, ടെൻഡാലം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ ഇതിനൊക്കെ എന്തായിരിക്കും? സെയിം സൈസ് ആയിരിക്കും. 4D സീരീസിനും 5D സീരീസിനും സെയിം സൈസ് ആയിരിക്കും. 5D സീരീസ് എന്ന് പറഞ്ഞാൽ ലാന്തനൈഡ്സ് കഴിഞ്ഞിട്ട് വരുന്ന എലമെൻറ്റ്സ് ആണ് 5D സീരീസ് എന്ന് പറഞ്ഞാൽ, അതായത് ലുട്ടീഷ്യം കഴിഞ്ഞിട്ട് വരുന്ന എലമെൻറ്റ്സ് അതായിരിക്കും 5D സീരീസ്. നെക്സ്റ്റ് തേർഡ് കോൺസിക്വൻസ്, ഇഫക്റ്റ് ഓൺ ദ ബേസിക് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രോക്സൈഡ്സ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ലന്താനം 3+ നിന്ന് ലുട്ടീഷ്യം 3+ലേക്ക് വരുമ്പോൾ സൈസ് എന്ത് ചെയ്യും? ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്യും ലാന്തനൈഡ് കോൺട്രാക്ഷൻ കാരണം. അങ്ങനെ സൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ, ഹൈഡ്രോക്സൈഡ്സിൻ്റെ കോവാലൻ്റ് ക്യാരക്ടറും ഇൻക്രീസ് ചെയ്യും, ബേസിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ലുട്ടീഷ്യം 3+ എന്ന് പറഞ്ഞാൽ സൈസ് ഏറ്റവും കുറവായിരിക്കും, ലന്താനം 3+ന് സൈസ് കൂടുതലുമായിരിക്കും. ലുട്ടീഷ്യം 3+ന് സൈസ് കുറവായതുകൊണ്ട് അത് ഫോം ചെയ്യുന്ന ഹൈഡ്രോക്സൈഡ് വളരെ സ്ട്രോങ് ആയിരിക്കും. അതായത് OH മനസ്സിനെ വളരെ പെട്ടെന്ന് ലിബറേറ്റ് ചെയ്യില്ല, അതുകൊണ്ട് അതിൻ്റെ ബേസിസിറ്റി വളരെ കുറവായിരിക്കും. അതായത് ലീസ്റ്റ് ബേസിക് എന്ന് പറഞ്ഞാൽ ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും, മോസ്റ്റ് ബേസിക് എന്ന് പറഞ്ഞാൽ ലന്താനം ഹൈഡ്രോക്സൈഡുമായിരിക്കും. ഇത്രയേ ഉള്ളൂ കോൺസിക്വൻസസ് ഓഫ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷനാണ് ലാന്തനൈഡ് കോൺട്രാക്ഷനും അതിൻ്റെ കോൺസിക്വൻസസും. സോ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ലാന്തനൈഡ്സിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +3 ആണ്. അതായത് എല്ലാ ലാന്തനൈഡ്സും കാണിക്കുന്ന ഒരു കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അതോടൊപ്പം തന്നെ ലാന്തനൈഡ്സ് കാണിക്കുന്ന മറ്റ് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +2 കാണിക്കാറുണ്ട്, +4 കാണിക്കാറുണ്ട്. ഈ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റും എപ്പോഴും കാണിക്കുന്നത് വെച്ചാൽ സ്റ്റേബിൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആയ F0, F7, F14 ഈ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഓക്സിഡേഷൻ കാണിക്കുന്നത്. അതായത് 2 ഇലക്ട്രോണിനെയും 4 ഇലക്ട്രോണിനെയും ലോസ് ചെയ്തുകൊണ്ട് 2+ഉം 4+ഉമായിട്ട് മാറും. അതിന് എക്സാമ്പിളാണ് അവിടെ തന്നിരിക്കുന്നത്. യൂറോപ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 63 ആണ്. അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 4f7 5d0 6s2 ആണ്. യൂറോപ്യം 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്തുകൊണ്ട് യൂറോപ്യം 2+ എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്നു. അതേപോലെ തന്നെ ഇറ്റർബിയം 2+ലേക്ക് മാറുന്നു, സീറിയം 4+, ടെർബിയം 4+. ആ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് 2+ഉം എന്തുകൊണ്ടാണ് 4+ഉം അറ്റൈൻ ചെയ്യുന്നതെന്ന്. ഈ 4 കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ലാന്തനൈഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ലാന്തനൈഡ്സിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഇതിൽ +3 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് ടെൻഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് യൂറോപ്യം 2+ഉം ഇറ്റർബിയം 2+ഉം അതിൻ്റെ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റായ +3ലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ +3ലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അത് ഇലക്ട്രോണിനെ ലോസ് ചെയ്യണം. അങ്ങനെ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നത് കൊണ്ട് അത് എന്തായിട്ട് ആക്ട് ചെയ്യും? റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ സീറിയം 4+ഉം ടെർബിയം 4+ഉം എടുക്കുകയാണെങ്കിൽ അത് +3 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് ടെൻഡ് ചെയ്യും. അങ്ങനെ ടെൻഡ് ചെയ്യണമെങ്കിൽ അത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും, ഓരോ ഇലക്ട്രോണിനെ വെച്ച് ഗെയിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? അത് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്യം 2+ഉം ഇറ്റർബിയം 2+ഉം റെഡ്യൂസിങ് ഏജൻ്റായിട്ടും സീറിയം 4+ഉം ടെർബിയം 4+ഉം ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടും ആക്ട് ചെയ്യും. നെക്സ്റ്റ് പ്രോപ്പർട്ടി കളറാണ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള, എന്നാലും നോക്കാം. ലാന്തനൈഡ് 3+, മോസ്റ്റ് ഓഫ് ദ ലാന്തനൈഡ് അയോൺസ് എടുത്താലും അത് കളേർഡ് ആയിരിക്കും. ഈ കളറിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്തുള്ള അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കളർ വരുന്നത്. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ വിസിബിൾ റീജിയനിലുള്ള എനർജി ആയിരിക്കും. അങ്ങനെ വിസിബിൾ റീജിയനിലുള്ള എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ് അവിടെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഒരു F ഓർബിറ്റലിൽ നിന്ന് മറ്റൊരു F ഓർബിറ്റലിനകത്തേക്ക് FF ട്രാൻസിഷൻ നടക്കും. നമ്മൾ D ഓർബിറ്റൽസ് പഠിച്ചപ്പോഴത്തേക്ക്, D ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കേസ് പഠിച്ചപ്പോഴത്തേക്ക് അവിടെ കളേർഡ് കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള കാരണം DD ട്രാൻസിഷൻ ആണ്. ഇവിടെ ലാന്തനൈഡ്സിൻ്റെ കേസിൽ കളേർഡ് കോമ്പൗണ്ട്സിനെ ഫോം ചെയ്യാനുള്ള കാരണം FF ട്രാൻസിഷൻ ആണ്. ഈ FF ട്രാൻസിഷൻ നടക്കുന്നതിന് ആവശ്യമായ എനർജി എവിടെ നിന്ന് അബ്സോർബ് ചെയ്യുമെന്ന് വെച്ചാൽ വിസിബിൾ റീജിയനിലെ എനർജി ആയിരിക്കും. അതുകൊണ്ടാണ് ലാന്തനൈഡ്സ് എന്ത് കാണിക്കുന്നത്? കളർ കാണിക്കുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഡെൻസിറ്റി ആൻഡ് അയണൈസേഷൻ എനർജി. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടില്ല, എന്നാലും നോക്കാം. ഫസ്റ്റ് ഡെൻസിറ്റി. ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി ഡെൻസ് മെറ്റൽസ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ഡെൻസിറ്റി റേഞ്ച് എന്ന് പറഞ്ഞാൽ 6.7722 to 9.74 gram/cm3 ആണ്. ഇതാണ് അതിൻ്റെ ഡെൻസിറ്റി റേഞ്ച് എന്ന് പറഞ്ഞാൽ. അടുത്തത് അയണൈസേഷൻ എനർജി. മെറ്റൽസ് ആയതുകൊണ്ട് തന്നെ അയണൈസേഷൻ എനർജി വളരെ ലോ ആയിരിക്കും.
ഇത് ആരുമായിട്ട് കമ്പയറബിൾ ആണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, പർട്ടിക്കുലർലി സീഷ്യവുമായിട്ട് കമ്പയറബിൾ ആണ് ലാന്തനൈഡ്സിൻ്റെ അയണൈസേഷൻ എനർജി. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ആൻഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ, ദേ ആർ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ബിക്കോസ് ഓഫ് ലോ അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി വളരെ കുറവായതുകൊണ്ട് തന്നെ അത് ഹൈലി എന്തായിരിക്കും? ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും. ഇത്രേ ഉള്ളൂ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനാണ് അവിടെ തന്നിരിക്കുന്നത്. അത് ഹൈ ആയിരിക്കും. കാര്യം ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ ആയിരിക്കും? ഹൈ ആയിരിക്കും. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്തോറും ഡിക്രീസ് ചെയ്ത് വരും. അതിന് കാര്യം എന്തെന്ന് വെച്ചാൽ ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആണ്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ കാരണം ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ഡിക്രീസ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് പഠിക്കാനുള്ളത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഇതിനകത്ത് തന്നിരിക്കുന്ന അയോൺസ് നോക്കുകയാണെങ്കിൽ ലന്താനം 3+, ലുട്ടീഷ്യം 3+, സീറിയം 4+, ആൻഡ് ഇറ്റർബിയം 2+. നിങ്ങൾ ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 4f0, 4f14 എന്നിങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് അതിൻ്റെ അകത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും കാണൂല. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്ന പേരാണ് ഡയാമാഗ്നറ്റിക് എന്ന് വിളിക്കും. ഇനി അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആ ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോണിന് സ്പിൻ ചെയ്യാനുള്ള കഴിവുണ്ട്, അതേപോലെ തന്നെ ഓർബിറ്റൽ മോഷനുള്ള കഴിവുണ്ട്. സ്പിൻ മോഷനിലൂടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റിനെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ ഓർബിറ്റൽ മോഷനിലൂടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റിനെ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ് എന്നും വിളിക്കും. ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ കൂടെ സം ആയിരിക്കും. ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, അതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പെനൾട്ടിമേറ്റ് ഡീസപ്ഷനിലാണെന്ന് പറഞ്ഞു. ഈ ഡീസപ്ഷനിൽ എൻവയോൺമെൻറ്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ലിഗാൻഡിന് പെട്ടെന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഡി ഇലക്ട്രോൺസുമായിട്ട് വളരെ പെട്ടെന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ ഓർബിറ്റൽ മോഷൻ എന്ത് ചെയ്യും? റെസ്ട്രിക്റ്റ് ചെയ്യും. അതാണ് നമ്മളവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് റെസ്ട്രിക്റ്റഡ് ഓർ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് കൊഞ്ചഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണില്ല. പിന്നെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ കോൺട്രിബ്യൂഷൻ മാത്രമേ കാണൂ? സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് മാത്രമേ കാണൂ. അതിന് റീസൺ ഇത്രയേ ഉള്ളൂ, ഡി ഓർബിറ്റൽ വളരെ പെട്ടെന്ന് എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഓർബിറ്റൽ മോഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഇത് ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിൽ. അവിടെ എഴുതിയിരിക്കുന്ന മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് μ = n × n+2 ബോർ മാഗ്നട്രോൺ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ഇത് ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിലുള്ള ഇക്വേഷനാണ്. ഓർമ്മിച്ചോളണം, ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിലുള്ള ഇക്വേഷൻ. ട്രാൻസിഷൻ എലമെൻസ് എന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ലാന്തനൈഡ്സിൻ്റെ കേസിലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4f ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ 5s 5pക്കും ഉള്ളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ലിഗാൻഡുമായിട്ട് വളരെ പെട്ടെന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ചായിരുന്നു 4f എന്ന് പറഞ്ഞാൽ ആൻറ്റി പെനൾട്ടിമേറ്റ് ഓർബിറ്റലാണെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ലിഗാൻസുമായിട്ട് വളരെ പെട്ടെന്ന് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ അവിടെ ഓർബിറ്റൽ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ ആ ഒരു റെസ്റ്റ് ഇല്ല. കാര്യം എഫ് ഓർബിറ്റലിന് വളരെ പെട്ടെന്ന് ലിഗാൻഡുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ത് ചെയ്യും? ഷീൽഡ് ചെയ്യും. ആ SP ഓർബിറ്റൽസ് എഫ് ഓർബിറ്റലിനെ ലിഗാൻഡിൽ നിന്ന് ഷീൽഡ് ചെയ്യുന്നത് കൊണ്ട്. സോ ഇവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? സ്പിൻ മോഷനെയും ഓർബിറ്റൽ മോഷനെയും ഡിപ്പെൻഡ് ചെയ്യും. അത് ഇവിടുത്തെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. മാഗ്നറ്റിക് മൊമെൻറ്റ് μ = g × j × j+1. ഓരോ ടൈംസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണെന്ന്. അത് നോക്കി മനസ്സിലാക്കുക. ജെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ, ജിക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, എസ് സ്പിൻ ക്വാണ്ടം നമ്പർ, എൽ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. ശ്രദ്ധിക്കണം, ഇത് ലാന്തനൈഡ്സിൻ്റെ കേസിലാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാനുള്ളത്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ μ = n × n+2. ആ ഇക്വേഷനാണ് യൂസ് ചെയ്യാനുള്ളത്. തിരിഞ്ഞു പോകരുത്. ഇത്രയേ ഉള്ളൂ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഫോർമേഷൻ. അത് വളരെ ഡീപ്പായിട്ട് പഠിക്കാനില്ല. കോംപ്ലക്സ് ഫോർമേഷൻ്റെ കാര്യം നേരത്തെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞതായിരുന്നു. ഈ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ആൻറ്റി പെനൾട്ടിമേറ്റ് എഫ് സബ്ഷനിലാണ്. അതായത് അതിന് ലിഗാൻഡുമായിട്ട് വളരെ പെട്ടെന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ലാന്തനൈഡ്സിൻ്റെ കേസിൽ വളരെ കുറവായിരിക്കും. പക്ഷേ എന്നാലും കോംപ്ലക്സ് ഫോം ചെയ്യാറുണ്ട്. ലാന്തനൈഡ്സിൻ്റെ ചാർജ്, കോമൺ ഓക്സിഡേഷൻ ഇരുന്ന +3 ആണ്. ആ ഹൈ ചാർജ് ഉള്ളത് കൊണ്ട് കോംപ്ലക്സ് ഫോർമേഷൻ പോസിബിൾ ആണ് ലാന്തനൈഡ്സിൻ്റെ കേസിൽ. എന്നാൽ വളരെ ഈസി ആയിട്ട് കോംപ്ലക്സ് ഫോർമേഷൻ നടക്കാറില്ല. ആ ഒരു സെക്കൻഡ് പോയിന്റ് അതാണ് പറയുന്നത്, അയോൺസ് ആർ റാദർ ലാർജ്, സോ ലോ ചാർജ് ഡെൻസിറ്റി, ദെയർഫോർ ദേ കനോട്ട് കോസ്
much polarization and consequently they do not form complexes very readily. വളരെ പെട്ടെന്ന് കോംപ്ലക്സ് ഫോം ചെയ്യാൻ കഴിവില്ല. കാര്യം എന്ന് വെച്ചാൽ അയോൺസിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. കമ്പയറബിളി ബാക്കിയുള്ള എലമെൻസിനെ അപേക്ഷിച്ച് അയോൺസിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചാർജ് ഡെൻസിറ്റി കുറവായിരിക്കും. ചാർജ് ഡെൻസിറ്റി കുറവായതുകൊണ്ട് അതിന് പോളറൈസേഷൻ ഉള്ള എബിലിറ്റി വളരെ കുറവായിരിക്കും. പോളറൈസേഷൻ്റെ എബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ അത് കോംപ്ലക്സിനെ വളരെ പെട്ടെന്ന് ഫോം ചെയ്യുന്നില്ല. അതാണ് ആ രണ്ടാമത്തെ പോയിൻ്റിൻ്റെ മീനിങ്. ആ ഒരു തേർഡ് പോയിന്റ് പറയുന്നത് എത്രയേ ഉള്ളൂ, ലാന്തനൈഡ്സിന് CO, NO, CNR പോലെയുള്ള പൈ ബോണ്ടിങ് ലിഗാൻസുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതിന് കാര്യം എന്തെന്ന് വെച്ചാൽ അതിന് നോൺ അവൈലബിലിറ്റി ഓഫ് എഫ് ഓർബിറ്റൽ. ലാന്തനൈഡ്സിൻ്റെ കേസിൽ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് എഫ് ഓർബിറ്റൽസ് എന്തല്ല, അവൈലബിൾ അല്ല. അതുകൊണ്ട് പൈ ബോണ്ടിങ് ലിഗാൻസുമായിട്ട് ലാന്തനൈഡ്സ് എന്ത് ചെയ്യില്ല, കോംപ്ലക്സ് ഫോം ചെയ്യില്ല. പക്ഷേ ഓക്സിജൻ കണ്ടെയ്നിങ് ലിഗാൻസ് ആയ സിട്രിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, EDTA ആൻഡ് അസറ്റൈൽ അസറ്റോൺ ഇതുമായെല്ലാം കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ലാന്തനൈഡ്സിനുണ്ട്. ആ ഫോം ചെയ്ത കോംപ്ലക്സിന് പ്രത്യേകതയുണ്ട്, അത് ഹൈലി സ്റ്റേബിൾ കോംപ്ലക്സ് ആയിരിക്കും. കാര്യം എന്തെന്ന് പറഞ്ഞാൽ അത് ഓക്സിജനുമായിട്ട് കീലേറ്റ് ചെയ്യും. കീലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ സൈക്ലൈസ് ചെയ്യും. അതായത് റിങ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ആ കോംപ്ലക്സ് ഒരു റിങ് പോലെയുള്ള കോംപ്ലക്സ് ആയിരിക്കും. അതുകൊണ്ട് അത് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. അതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി സോലുബിലിറ്റിയാണ്. ലാന്തനൈഡ്സിൻ്റെ സോലുബിലിറ്റി. ജനറലായിട്ട് സാൾട്ട് ഓഫ് ലാന്തനൈഡ്സിൻ്റെ സാൾട്ടുകളെല്ലാം ഹൈഡ്രേറ്റഡ് ഫോമിലായിരിക്കും. ഈ സാൾട്ടിൻ്റെ സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമായിട്ട് സിമിലർ ആയിരിക്കും. ലാന്തനൈഡ്സിൻ്റെ ക്ലോറൈഡ്സ്, ബ്രോമൈഡ്സ്, അയോഡൈഡ്സ്, നൈട്രൈഡ്സ് ഇവയെല്ലാം വാട്ടറിൽ സോലുബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഫ്ലൂറൈഡ്സ്, ഹൈഡ്രോക്സൈഡ്സ്, കാർബണൈഡ്സ്, ഓക്സലൈഡ്സ് ഇതെല്ലാം വാട്ടറിൽ ഇൻസോലുബിൾ ആയിരിക്കും. ഇതെല്ലാം ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനും സെയിം ആണ്. പക്ഷേ നമ്മൾ സൾഫേറ്റ്സ് എടുക്കുകയാണെങ്കിൽ അത് ലാന്തനൈഡ്സിൻ്റെ സൾഫേറ്റ്സ് ആണെങ്കിൽ വാട്ടറിൽ സോലുബിൾ ആയിരിക്കും. പക്ഷേ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ സൾഫേറ്റ്സ് വാട്ടറിൽ ഇൻസോലുബിൾ ആയിരിക്കും. അതാണ് ലാസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഡബിൾ സാൾട്ട്സ് ആണ്. ലാന്തനൈഡ്സിന് ഡബിൾ സാൾട്ടിനെ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അങ്ങനെ ലാന്തനൈഡ് ഫോം ചെയ്യുന്ന 3 ഡബിൾ സാൾട്ടുകളാണ് തന്നിട്ടുള്ളത്. ആദ്യത്തത് നൈട്രേറ്റ് ആണ്, രണ്ടാമത്തത് സൾഫേറ്റ്, മൂന്നാമത്തത് കാർബണേറ്റുമാണ്. അത് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ലാസ്റ്റ് പ്രോപ്പർട്ടി കെമിക്കൽ ബിഹേവിയർ. നമ്മൾ ലാന്തനൈഡ്സിനകത്ത് ആദ്യത്തെ കുറച്ച് എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിയാക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. അത് കാൽഷ്യത്തിനെ പോലെ ആയിരിക്കും അതിൻ്റെ എല്ലാം റിയാക്ടിവിറ്റി. പിന്നെ അറ്റോമിക് നമ്പർ കൂടി വരുന്നതനുസരിച്ച് അതിൻ്റെ റിയാക്ടിവിറ്റി അലൂമിനിയത്തിനെ പോലെ ആയിരിക്കും. ലാന്തനൈഡ്സിനെ നമ്മൾ ജെൻറ്റിലായി ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഡയലൂട്ട് ആസിഡുമായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും. ലാന്തനൈഡ്സിൻ്റെ ഓക്സൈഡ്സ്, ഹൈഡ്രോക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ M2O3, MOH ത്രൈസ് എന്നീ ഫോമിലായിരിക്കും. ഓക്സൈഡ് ആണെങ്കിൽ M2O3, ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ MOH ത്രൈസ്. ഇത്രയുമാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാന്തനൈഡ്സ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അറ്റോമിക് സൈസ്, ഓക്സിഡൈസ് സ്റ്റേറ്റ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ലാന്തനൈഡ് കോൺട്രാക്ഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കുക. നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. വീഡിയോ കണ്ടാൽ മാത്രം പോരാ.